PSG എന്ന പാരീസ് സെയിന്റ് ജർമൻ ക്ലബിന്റെ ക്ലബ്ബ് ചരിത്രത്തിലെ ആദ്യ ചാമ്പ്യൻസ് കിരീടം സ്വന്തമാക്കിയതിന്റെ ആഘോഷങ്ങളാണ് ഫ്രാൻസിൽ അക്രമാസക്തമായത്. ഫ്രഞ്ച് ആഭ്യന്തര മന്ത്രാലയം നൽകിയ റിപ്പോർട്ട് പ്രകാരം 559 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതായാണ് വിവരം. പാരീസിൽ മാത്രമായി 491 പേരാണ് പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത്. ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന അക്രമ സംഭവങ്ങളിൽ 2 പേർ കൊല്ലപ്പെടുകയും 200ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതോടൊപ്പം ദക്ഷിണ പടിഞ്ഞാറൻ നഗരമായ ഡാക്സിൽ ഒരു 17കാരൻ കുത്തേറ്റ് മരണപ്പെട്ട സംഭവവും ഫ്രഞ്ച് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. പാരീസിലെ പ്രശസ്തമായ ഷാംസ് ഏലിയാസിൽ ബസ് ഷെൽട്ടറുകൾ അക്രമികൾ നശിപ്പിച്ചു. പോലീസ് അക്രമകാരികൾക്ക് നേരെ കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. അതോടൊപ്പം പാരീസ് നഗരത്തിൽ 100 കണക്കിന് തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 200-ലധികം വാഹനങ്ങൾ അക്രമികൾ അഗ്നിക്കിരയാക്കി. 22 സുരക്ഷാ ഉദ്യോഗസ്ഥരും 7 അഗ്നിശമന സേനാ അംഗങ്ങളെയും പരിക്കേറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനിയും തുടർ സംഭവങ്ങൾ ഉണ്ടായേക്കാം എന്ന മുന്നറിയിപ്പ് സുരക്ഷാ വൃത്തങ്ങൾ നൽകുന്നു. ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ PSG ടീം ഷാംസ് ഏലിയാസിലൂടെ പരേഡ് നടത്തും. കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പരേഡിനായി 1 ലക്ഷം പേർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. പരേഡിന് പിന്നാലെ പാർക്ക് ദേ പ്രിൻസ് സ്റ്റേഡിയത്തിൽ ആഘോഷവും സംഘടിപ്പിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.